നമസ്കാരം. വെള്ളി നക്ഷത്രത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് റിലീസ് ചെയ്ത നിവിൻ പോളി ചിത്രമായ ബേബി ഗേളിന്റെ വിശേഷങ്ങളാണ്. ആദ്യമേ പറയാലോ, ഈ ചിത്രം എന്നെ കാണാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ തിരക്കഥാകൃത്തുകൾ തന്നെയായിരുന്നു. ബോബി ആൻഡ് സഞ്ജയ്. ഇവരുടെ മുൻപത്തെ ചിത്രങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നല്ല കിടിലൻ സിനിമകൾ ചെയ്ത വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. ട്രാഫിക്, അയാളും ഞാനും തമ്മിൽ, മുംബൈ പോലീസ്, സ്കൂൾ ബസ് തുടങ്ങി ഒട്ടനവധി നല്ല ചിത്രങ്ങളുടെ തിരക്കഥ എഴുതിയിട്ടുള്ള രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും. അപ്പൊ ഈ ഒരു ഘടകം തന്നെയാണ് എന്നെ ഈ ഒരു ചിത്രത്തിലേക്ക് ആദ്യമായിട്ട് ആകർഷിച്ചത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിലെ സംവിധായകൻ അരുൺ വർമ്മയാണ് സംവിധായകൻ. അരുൺ വർമ്മയുടെ രണ്ടാമത്തെ ചിത്രമാണ്. ആദ്യത്തെ ചിത്രം 2023 പുറത്തിറങ്ങിയ ഗരുഡൻ എന്ന് പറയുന്ന ചിത്രമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ചിത്രം എന്ന് പറയുന്നത് ആ ഒരു 2023 കാലഘട്ടത്തിൽ വളരെ മികച്ച അഭിപ്രായം നേടിയ ഒരു ചിത്രം തന്നെയാണ്. ചിത്രത്തിൽ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ബിജു മേനോനായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരുന്നത്. ചിത്രം സാമ്പത്തികമായിട്ട് നല്ല വിജയം നേടിയ ഒരു ചിത്രം കൂടെയാണ്. അപ്പം ഇവര് രണ്ടുപേരും ഒരുമിച്ച് വരുന്ന ഒരു ചിത്രം എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ബേബികൾ എന്ന് പറയുന്ന ഒരു സിനിമ തെരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ഈ ഒരു ചിത്രത്തോട് ഒരു താല്പര്യം തോന്നി, അല്ലെങ്കിൽ ഈ ചിത്രം കാണുന്നുള്ള ഒരു ഫീൽ വന്നു. ഒരു ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന രീതിയിലാണ് ഇതിന്റെ ട്രെയിലർ ആ ഒരു സമയത്ത് പുറത്തിറങ്ങിയിരുന്നത്. അപ്പോൾ ഉറപ്പിച്ചു എന്തായാലും ഫസ്റ്റ് ഷോ തന്നെ കാണാമെന്നുള്ള രീതിയിൽ നോക്കിയ സമയത്ത് നമ്മുടെ അടുത്തുള്ള തിയേറ്ററിലൊന്നും ഫസ്റ്റ് ഷോ ഇല്ലായിരുന്നു. അപ്പം 12:30 ഷോ ആണ് കണ്ടത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. തിയേറ്ററിൽ നല്ല ആളുകൾ ഉണ്ടായിരുന്നു. അപ്പം സിനിമയുടെ വിശേഷത്തിലേക്ക് കടക്കാം. സിനിമ എന്ന് പറയുന്നത് ഒരു ആശുപത്രിനെ കേന്ദ്രീകരിച്ച് ഒരു ദിവസം നടക്കുന്ന ഒരു കഥയാണ്. അതായത് ഒരു ദിവസം രാവിലെ മുതൽ പിറ്റേന്ന് രാവിലെ വരെയുള്ള സംഭവങ്ങളെ കോർത്തിണക്കിയിട്ടാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. ചിത്രത്തിൽ പ്രധാനമായിട്ടും നിവിൻ പോളി, അതുപോലെ ലിജോ മോള്, സംഗീത് പ്രതാപ്, അതുപോലെ നമ്മുടെ ഷമ്മി തിലകന്റെ മകനായിട്ടുള്ള പയ്യന്, അങ്ങനെ കുറെ ആളുകൾ ഈ ഒരു സിനിമേന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 3-4 മിനിറ്റോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യും, സിനിമയിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങിച്ചെല്ലും. അതായത് സിനിമ നമ്മുടെ ഒരു പാർട്ടായിട്ട് മാറും. ആ ഒരു രീതിയിലുള്ള ഒരു ത്രില്ലിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ സമൂഹത്തിലൊക്കെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു 2 മണിക്കൂർ സിനിമയിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, അതൊക്കെ വളരെ മികച്ച രീതിയിൽ നമ്മളോട് അവർ സംവദിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിരക്കഥയാണ്. തിരക്കഥ എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, തിരക്കഥയിൽ ചില സമയത്ത് അവർ കൂടുതൽ ഇമോഷണൽ ഒരു പ്രാധാന്യം കൊടുത്ത രീതിയിലായിരിക്കും. അതായത് ക്ലൈമാക്സിലേക്കൊക്കെ അടുക്കുന്ന സമയത്ത് ഇമോഷണൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു അവസാനമാണ് ക്ലൈമാക്സിലൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഇതിൽ നിവിൻ പോളിനെ പറയുകയാണെങ്കിൽ നിവിൻ പോളി നന്നായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് നിവിൻ പോളി എന്ന് പറയുന്ന ഒരു സ്റ്റാർ മെറ്റീരിയലിനെ സിനിമയ്ക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ആവശ്യമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു കേന്ദ്ര നായക കഥാപാത്രം ഇല്ല എന്നുള്ളത് തന്നെയാണ്. നിവിൻ പോളിയാണോ നായകൻ എന്ന് ചോദിച്ചാൽ നിവിൻ പോളിയാണ് നായകൻ. പക്ഷെ നിവിൻ പോളിയിലൂടെ മാത്രമാണ് സിനിമ മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല. ഈ സിനിമയിൽ സംഗീത് പ്രതാപിന് വലിയൊരു ക്യാരക്ടർ ഉണ്ട്. അതുപോലെ ലിജോ മോൾക്ക് നല്ലൊരു ക്യാരക്ടർ ഉണ്ട്. പോലീസായിട്ട് എത്തിയ നമ്മുടെ ഷമ്മി തിലകന്റെ മകൻ അഭിമന്യുവിന്, പുള്ളിക്ക് നല്ലൊരു ക്യാരക്ടർ ഉണ്ട്. അങ്ങനെ ഈ സിനിമയിൽ എത്തിപ്പെട്ട ഓരോ ആളുകൾക്കും വ്യക്തമായ ക്യാരക്ടർ ഉണ്ട്, വ്യക്തമായ സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും തുല്യ കഥാപാത്രങ്ങളായിട്ടാണ് ഈ ഒരു സിനിമ വീതിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് പറയാം. പിന്നെ ഈ ഒരു സിനിമയിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഏർലി, അതായത് ഒരു 18-19 കാലഘട്ടമാകുന്ന സമയത്ത് വിവാഹം കഴിക്കാതെ തന്നെ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആവുന്നതും ആ കുട്ടി പ്രസവിക്കുന്ന, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയായിട്ട്, അതായത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് വെച്ചാൽ ഒരു ആശുപത്രിയിൽ വെച്ച് ഒരു കുട്ടീനെ മിസ്സാവുന്നതാണ്, ഒരു ചെറിയ കുട്ടീനെ മിസ്സാവുന്നതും ആ കുട്ടീനെ അന്വേഷിക്കുന്നതും അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടീൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്ന കുട്ടിയൊക്കെ എടുത്തു പറയേണ്ട അഭിനയമാണ്, സൂപ്പറായിട്ടുണ്ട്. അതായത് മലയാളത്തിലേക്ക് വരാൻ പോകുന്ന നായികന്മാരിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു പുതുമുഖമായിട്ട് വന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. കുട്ടീന്റെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തമല്ല. സ്റ്റാർട്ടിങ്ങിൽ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടീനൊക്കെ എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ സംഗീത് പ്രതാപ് ഇതുവരെ നമ്മൾ കണ്ട സിനിമകളിലൊക്കെ ഇപ്പൊ പ്രേമലു ആയാലും അതിനുശേഷം ഇറങ്ങിയ ഹൃദയപൂർവ്വമൊക്കെ ആയാലും അതിലൊക്കെ സംഗീത് പ്രതാപ് എന്ന് പറയുന്നത് എന്താ പറയുക, കുറച്ച് കോമഡിയൊക്കെ ആയിട്ട് തഗ് ഡയലോഗൊക്കെ പറയുന്ന ഒരു കഥാപാത്രമാണ്. പക്ഷെ ഇതിലേക്ക് വരുന്ന സമയത്ത് സംഗീത് പ്രതാപിന്റെ ഒക്കെ ഒരു ഇമോഷണൽ ടച്ച് ഇതിൽ എടുത്തു പറയേണ്ടതാണ്. സംഗീത് പ്രതാപ് ഒക്കെ വളരെ നല്ല രീതിയിൽ ഇമോഷണൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന
ഒരു ക്യാരക്ടറാണ്. അതായത് കോമഡി മാത്രമല്ല, തനിക്ക് എല്ലാ റോളും വഴങ്ങുന്നുള്ള ഒരു കാര്യം സംഗീതമൊക്കെ ഇതിൻ്റെ അകത്ത് വളരെ മികച്ച രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ലിജോ മോളുടെ കാര്യം പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങ് തമിഴിലൊക്കെ പോയിട്ട് സ്റ്റേറ്റ് അവാർഡൊക്കെ മേടിച്ച ആളാണ് ലിജോ മോൾ. അപ്പോൾ അത്രയ്ക്കും സൂപ്പറായിട്ടുള്ള എന്താ പറയുക സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് ഈ ഒരു സിനിമേൻ്റെ എന്ന് പറയുന്നത്. പിന്നെ സിനിമേൻ്റെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലൈമാക്സ് ആണ്. അത് നമുക്ക് ഒരു പക്ഷേ ചിലപ്പോൾ പ്രേക്ഷകർ അങ്ങനെ ഇമോഷണലി കണക്ട് ആവുന്നുള്ള ഒരു ഇത് വെച്ചിട്ടായിരിക്കാം. എന്നാൽ ലോജിക്ക് വെച്ച് നോക്കുന്ന സമയത്ത് എന്താ പറയുക, സിനിമയ്ക്ക് ആ ഒരു ക്ലൈമാക്സ് അത്ര യോജിക്കുന്നല്ല എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ 100% മികച്ച സിനിമയാണ്. നമ്മുടെ തിയേറ്ററിൽ 2 മണിക്കൂർ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബ ഫാമിലി ആയിട്ടുള്ള ആളുകളെയൊക്കെ കൊണ്ടുപോയിട്ട് കാണിക്കാൻ പറ്റുന്ന വളരെ നല്ല രീതിയിലുള്ള ട്രാഫിക് ഒക്കെ പോലെ തന്നെ ഒരു എന്താ പറയുക കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാമിലി കണക്ഷൻസ്, സ്നേഹബന്ധങ്ങൾക്കൊക്കെ ഉള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുന്ന വളരെ മികച്ചൊരു സിനിമയാണ് ഈ ബേബി ഗേൾ എന്ന് പറയുന്ന ഒരു സിനിമ. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു നല്ല സിനിമേൻ്റെ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ നന്ദി, നമസ്കാരം.